ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഓണം എക്സാമിന്റെ ടൈം ടേബിൾ ഇതാ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. സോ ഇനിയുള്ള എക്സാമിന് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനിയുള്ള പഠന കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈം ടേബിൾ വെച്ചിട്ടായിരിക്കണം നമ്മൾ സ്കെഡ്യൂൾ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഓണം എക്സാമിന് നമ്മളെ 7ാം ക്ലാസ്സുകാർക്ക് പവറായിട്ട് മാർക്കുകൾ വാങ്ങാൻ കഴിയുള്ളൂ. സോ ഇതുപോലെ ധാരാളം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഈ ചാനൽ ഇടുന്നതായിരിക്കും. ഇതുപോലെ ധാരാളം ന്യൂസുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ടൈം ടേബിൾ കാണിക്കാൻ പോവുകയാണ്. നോക്കാം സെറ്റാക്കാം. ഇതാണ് മക്കളെ ഈ പ്രാവശ്യത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെയൊന്നും ഗ്യാപ്പുകളില്ല. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ എക്സാമുകളിലൊക്കെ നമുക്ക് ഗ്യാപ്പുകൾ കിട്ടിയിരുന്നു. പക്ഷേ ഇത്തവണത്തെ ഓണം എക്സാമിന് ഗ്യാപ്പ് ഇല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. കാരണം ആ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ സമയം നമുക്ക് പഠിക്കാമായിരുന്നു. പക്ഷേ നമുക്കതിന് മുമ്പേ സെറ്റാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ എക്സാം വരുന്നത് നിങ്ങൾക്ക് മലയാളം സെക്കൻഡിന്റെ എക്സാം ആണ്. യെസ്, 4ാം തീയതി ബുധനാഴ്ചയാണ്. അടുത്ത മാസം സെപ്റ്റംബർ 4ാം തീയതി എക്സാം തുടങ്ങിയാണ്. ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അത് ആക്ച്വലി ആഫ്റ്റർനൂൺ ആണ്, ഉച്ചയ്ക്ക് ശേഷമാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള എല്ലാ എക്സാമുകളും 1:30 മുതൽ 3:45 വരെയാണ് എല്ലാ എക്സാമുകളും. പക്ഷേ വ്യാഴാഴ്ച ഇംഗ്ലീഷിന്റെ എക്സാം 2 മണിക്കാണ് നിങ്ങൾക്ക് തുടങ്ങുന്നത്. ശ്രദ്ധയിൽ വേണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. മാത്രമല്ല വെള്ളിയാഴ്ചയുള്ള 6ാം തീയതി വെള്ളിയാഴ്ചയുള്ള മാത്സും അതുപോലെ തന്നെ 11ാം തീയതി ബുധനാഴ്ചയുള്ള ഹിന്ദിയും രാവിലെ തന്നെ ക്ലാസ് തുടങ്ങുന്നുണ്ട്. രാവിലെ 10 മുതൽ 12:15 വരെയാണ് ആ ഒരു എക്സാം എന്ന് പറയുന്നത്. സോ ആ 2 ദിവസം ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടാവും. ശ്രദ്ധിക്കണം, പവർ ആക്കണം. അത് മാത്രമല്ല തിങ്കളാഴ്ച വരുന്നത് സെക്കൻഡ് ലാംഗ്വേജസ് ആയിട്ടുള്ള നിങ്ങളുടെ മലയാളം സെക്കൻഡ്, ആക്ച്വലി മലയാളം ഫസ്റ്റ്, അതുപോലെ തന്നെ അറബി, സംസ്കൃത്, അതുപോലെ തന്നെ ഉറുദു ഒക്കെ ഓപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള എക്സാമുകളായിരിക്കും അതുണ്ടായിരിക്കുക. അതുപോലെ തന്നെ 10ാം തീയതി ബേസിക് സയൻസ് ആണ്. നമ്മുടെ ബേസിക് സയൻസിനും മാത്സിനും അതുപോലെ തന്നെ സോഷ്യൽ സയൻസിനൊന്നും പ്രത്യേകം ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് നന്നായിട്ട് പഠിച്ചു തുടങ്ങേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കുക, അവരോട് പറയാം എങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് സൈലം മെഗാ മാരത്തോണുകൾ വരുന്നുണ്ട്. സൈലത്തിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മെഗാ മാരത്തോണുകൾ വരാനിരിക്കുന്നുണ്ട്. സോ ഡോണ്ട് ഫിയർ. ഏതായാലും അതൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിടുക. കാരണം എക്സാമിന്റെ ആ ഒരു ദിവസങ്ങൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ സെറ്റ് ആയിട്ട് എടുത്തു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈവുകളുടെ അപ്ഡേറ്റ്സ് മാത്രമല്ല, ലൈവ് കഴിഞ്ഞാലുള്ള ഫ്രീ നോട്ട്സുകളും നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് സൈലം ഒരു ഓണം എക്സാമിന്റെ ഒരു പ്രീ എക്സാം അല്ലെങ്കിൽ അതുപോലത്തെ ഒരു മോഡൽ എക്സാം നടത്താൻ പോവുകയാണ് സൈലം. അത് മാത്രമല്ല നിങ്ങളുടെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് പോലെ കംപ്ലീറ്റ് ലൈവുകളും അവൈലബിൾ ആയിട്ട് നമ്മളൊരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ക്ലാസ് 7 അവഞ്ചേഴ്സ് ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. സോ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം ഈ ഒരു പ്രൈസിനാണ് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് നമ്മുടെ ബാച്ച് അവൈലബിൾ ആയിരിക്കുക. ഇത് ആക്ച്വലി ഓണം എക്സാമിന് വേണ്ടി മാത്രമുള്ളതല്ല. ഇനി വരുന്ന ക്രിസ്മസ് എക്സാം, അതുപോലെ തന്നെ ആനുവൽ എക്സാം, USS തുടങ്ങിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകൾക്കുള്ള വൻ സപ്പോർട്ട് സൈലം നൽകുന്നതായിരിക്കും. സോ ഇനിയും ജോയിൻ ചെയ്യാത്ത ആൾക്കാർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക. കാരണം ഈ ഒരു അക്കാഡമിക് കഴിയുന്നത് വരെ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിന്റെ സപ്പോർട്ടിനായിരിക്കുന്നതാണ്. ഫാക്കൽറ്റീസ് ഒക്കെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്തു തരുന്നതായിരിക്കും. സോ ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഡീറ്റെയിൽസ് നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ട്, ഇന്ന സാധനം എടുത്തു തരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി കമന്റ് ബോക്സ് യൂസ് ചെയ്യുക. there is only a way of communication is കമന്റ് ബോക്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ധാരാളം ഇൻഫർമേഷൻസുമായിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.